ശബരിമല സന്നിധാനത്ത് വീണ്ടും അഴിമതി തന്നെ. ശബരിമല സന്നിധാനത്താണ് വീണ്ടും വൻ സാമ്പത്തിക ക്രമക്കേട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 25 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ 33 പേർക്കെതിരെ വിജിലൻസ് കേസും എടുത്തിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തെ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നതായാണ് ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് നൽകുന്ന ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിലൂടെ 3.43 കോടി രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് വെറും 3.17 കോടി രൂപ മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഏകദേശം 25.52 ലക്ഷം രൂപയുടെ കുറവാണ് കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുമുള്ളത്. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ വലിയ വീഴ്ച തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും. നെയ്യ് പാക്ക് ചെയ്യുന്ന പ്ലാന്റിലോ വിതരണ കേന്ദ്രങ്ങളിലോ കൃത്യമായി സ്റ്റോക്ക് രജിസ്റ്ററുകൾ ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി ഇഷ്യൂ രജിസ്റ്ററുകളോ ലെഡ്ജറുകളോ ഉപയോഗിക്കുന്നതിന് പകരം കേവലം 4 നോട്ട് ബുക്കുകളിൽ കൈയെഴുത്തായി മാത്രമാണ് കണക്കുകൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൗണ്ടറുകളിലേക്ക് നൽകിയ പ്രസാദ നെയ്യിന്റെ എണ്ണമോ പാക്കറ്റുകൾ ഏറ്റുവാങ്ങിയ ജീവനക്കാരുടെ വിവരങ്ങളോ ഔദ്യോഗികമായ രേഖകളിൽ ലഭ്യവുമല്ല. ഈ ഗുരുതരമായ ക്രമക്കേടിനെ തുടർന്ന് ക്ഷേത്രത്തിലെ സ്പെഷ്യൽ ഓഫീസർമാരും കൗണ്ടർ ജീവനക്കാരും ഉൾപ്പെടെ 33 പേർക്കെതിരെയാണ് വിജിലൻസ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നെയ്യ് വിൽപ്പനയിൽ നിന്നുള്ള തുക അക്കൗണ്ടിൽ അടയ്ക്കാത്തതാണ് പ്രധാനപ്പെട്ട കുറ്റം. എന്നാൽ ഈ ഭരണപരമായ വീഴ്ചകളിൽ വ്യക്തമായൊരു വിശദീകരണം നൽകുവാൻ ദേവസ്വം ബോർഡിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ഈ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശന നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനയും.